നമസ്കാരം. ബ്രിട്ടനെ പോലെ ഗതികെട്ട ഒരു രാജ്യം ലോകത്ത് വേറെയുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. സ്വന്തം ജനതയെ, സ്വന്തം സംസ്കാരത്തെ സംരക്ഷിക്കാൻ ഒരു നടപടിയും എടുക്കാൻ അവിടുത്തെ ഭരണകർത്താക്കൾക്ക് കഴിയുന്നില്ല. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന ഇവരുടെ തെറ്റായ ഒരു ധാരണ ഇവരെ ഭരിക്കുന്നു. അതുകൊണ്ട് പോകുന്നവർക്കും വരുന്നവർക്കുമൊക്കെ ഈ രാജ്യത്ത് രാജ്യവിരുദ്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടാൻ കഴിയും. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലാണ് ബ്രിട്ടൻ്റെ കാര്യങ്ങൾ. കഴിഞ്ഞ കുറേ കാലമായി ബ്രിട്ടനിലെ അഭയാർത്ഥി വിസ പദ്ധതിയെക്കുറിച്ച് ഞാൻ വീഡിയോകളിലൂടെ പരാമർശിക്കാറുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും കലാപബാധിത ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും, അതായത് ഇറാഖിലും ഇറാനിലും സിറിയയിലും ലിബിയയിലും പാകിസ്ഥാനിലും നിന്നൊക്കെയായി ധാരാളം പേർ കള്ളവണ്ടി കയറി ബ്രിട്ടനിലേക്ക് എത്തുകയാണ്. അവർ യൂറോപ്പിലെ പല വഴികൾ താണ്ടി ഫ്രാൻസിലെത്തി തമ്പടിച്ച് അവിടെ നിന്നാണ് കള്ള ബോട്ട് കയറി ബ്രിട്ടനിലേക്ക് എത്തുന്നത്. അങ്ങനെ എത്തുന്നവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് അവർക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസമൊരുക്കി അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണവും അവരുടെ കുട്ടികൾക്ക് പഠിക്കാനും അവർക്ക് തൊഴിലില്ലായ്മ വേതനവും ഒക്കെ കൊടുത്ത് അവരെ സംരക്ഷിക്കുക എന്നത് ബ്രിട്ടൻ്റെ മാത്രം വിചിത്രമായ ഒരു നടപടിയാണ്. ഇതിനെതിരെ വലിയ ജനവികാരം രൂപപ്പെടുന്നു. ബ്രിട്ടനിൽ ഉടനീളം വെള്ളക്കാർ വംശീയ കലാപത്തിന് തുല്യമായ തരത്തിൽ പ്രതിഷേധമറിയിക്കുന്നു. പക്ഷേ എന്ത് ചെയ്യണം എന്ന് ഇവർക്കൊരു നിശ്ചയവുമില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ചെയ്യുന്നതൊക്കെ തലതിരിഞ്ഞു പോകുന്നു. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ജനവികാരമുണ്ടാകുമ്പോൾ ഇങ്ങനെ എത്തുന്നവർക്ക് ചെല്ലും ചെലവും കൊടുത്തു നയിക്കുകയും അവർ ക്രിമിനലുകളായി മാറുമ്പോൾ അവരെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന, അവരുടെ ക്രിമിനൽ പ്രവർത്തിക്ക് നിയമസഹായം വരെ ചെയ്തു കൊടുക്കുന്ന ഈ വൃത്തികേടിനെതിരെ ജനം ശബ്ദിച്ചപ്പോൾ നിയമപരമായി ബ്രിട്ടനിലേക്ക് എത്തിയവരെ ശിക്ഷിക്കാനാണ് ഇപ്പോഴത്തെ ലേബർ സർക്കാർ ശ്രമിച്ചത്. എന്ന് വെച്ചാൽ നേഴ്സുമാരും കെയറർമാരും അടക്കം ധാരാളം പേർ ബ്രിട്ടനിലെത്തിയിരുന്നു. അവരെ ശിക്ഷിക്കുന്നു. അവർ 5 വർഷം പണിയെടുത്താൽ, കൃത്യമായി നികുതി അടച്ചാൽ, കൃത്യമായി ചികിത്സയ്ക്ക് വേണ്ടി അങ്ങോട്ട് പണം അടച്ചാൽ അവർക്ക് പെർമനൻ്റ് റെസിഡൻസി കിട്ടേണ്ടതാണ്. അത് നിയമമാറ്റത്തിലൂടെ 15ഉം 20ഉം കൊല്ലമാക്കി മാറ്റുന്നു. പെർമനൻ്റ് റെസിഡൻസി ഉള്ളവരുടെ അത് റദ്ദാക്കുമെന്ന് വരെ പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ നിയമപരമായി എത്തിയവരെ ശിക്ഷിച്ചുകൊണ്ട് അനധികൃതമായി എത്തുന്നവരെ സംരക്ഷിക്കുന്ന രീതിയാണ് ബ്രിട്ടനിൽ പിന്തുടരുന്നത്. ഇതിന് കാരണമായി പറയുന്നത് പെട്ടെന്ന് വളർന്നു വന്ന വലതുവംശീയ പാർട്ടിയായ റിഫോം UK-യുടെ കടന്നുകയറ്റത്തെ തടയാനാണെന്നാണ്. പക്ഷേ ലേബർ പാർട്ടിയെ പോലെ ഒരു പാർട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയതോടെ ഒരു പുതിയ ലേബർ പാർട്ടി എന്ന നിലയിൽ ഗ്രീൻ പാർട്ടി ശക്തിപ്പെടുകയും ഗ്രീൻ പാർട്ടി വളരുകയും ചെയ്ത സാഹചര്യമുണ്ടായി. വിചിത്രമായ സംഗതി, ഇവരെന്നിട്ടും പാഠം പഠിക്കുന്നില്ല. നിയമപരമായി എത്തിയവരെ ശിക്ഷിച്ചുകൊണ്ട് തന്നെ അനധികൃതമായി എത്തിയവരെ സംരക്ഷിക്കാൻ പുതിയ വഴികൾ കണ്ടെത്തുന്നു എന്നതാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് വളരെ വിചിത്രമായ ഒരു വാർത്തയാണ്. നിയമവിരുദ്ധമായി ഇവിടെ എത്തിയവരെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിവരുടെ മൗലികാവകാശം പോലെയാണ്. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ് അഭയാർത്ഥികളുടെ അപേക്ഷ പരിഗണിക്കൽ. അങ്ങനെ പരിഗണിക്കുന്ന ഭൂരിപക്ഷം പേർക്കും അവർ അഭയാർത്ഥി വിസ കൊടുക്കും. എന്നാൽ ചിലരുടെയെങ്കിലും അപേക്ഷ ഔദ്യോഗികമായി തിരസ്കരിക്കപ്പെടും. എന്ന് വെച്ചാൽ ഇവർ അപേക്ഷയിൽ പറഞ്ഞതുപോലെ ഒരു പ്രശ്നവും അവരുടെ മാതൃരാജ്യത്തില്ല, ഇത് എക്കണോമിക് മൈഗ്രേഷനാണ്, സാമ്പത്തിക കുടിയേറ്റമാണ്, അതുകൊണ്ട് അവർ നാട്ടിലേക്ക് പോവട്ടെ എന്ന് ഒരുപക്ഷെ ഇമിഗ്രേഷൻ ട്രിബ്യൂണൽ തീരുമാനത്തിലെത്താം. എന്ന് വെച്ചാൽ ഇവരുടെ അസൈലം അപേക്ഷ പൂർണ്ണമായും തള്ളപ്പെടാം. അങ്ങനെ വരുന്നവരെ നാട് കടത്തുന്നതാണ് നിലവിൽ നിയമവാഴ്ചയുള്ള എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത്. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റപ്പോൾ ഈ നടപടിക്രമങ്ങൾക്ക് പോലും കാത്തുനിന്നില്ല. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിനെ കളത്തിലിറക്കി സകലരുടെയും വിസ പരിശോധിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ വിസ ഡാറ്റയും പരിശോധിക്കുന്നു. വിസ ഇല്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിടിച്ച് കൈയും കാലും ബന്ധിച്ച് ഇരിക്കാൻ സീറ്റ് പോലുമില്ലാത്ത വിമാനത്തിൽ കയറ്റി അയക്കുന്നു. ട്രംപിൻ്റെ തീരുമാനത്തിന് കയ്യടി കിട്ടി. ട്രംപ് ചെയ്യുന്ന പല പ്രവർത്തികളും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഇത്തരം നടപടികളിലൂടെ ട്രംപ് തൻ്റെ ജനപ്രീതി നിലനിർത്തുന്നു. അങ്ങനെ ചെയ്യുന്ന അമേരിക്ക നിലവിലുള്ളപ്പോഴാണ് ബ്രിട്ടൻ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് ഇവരുടെ അസൈലം അപേക്ഷയുടെ അവസാന നിമിഷം വരെ കാത്തിരുന്ന് അസൈലം കിട്ടാതെ വരുന്നവരെ അവരെയും സംരക്ഷിക്കുന്ന പുതിയ നയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിചിത്രമായൊരു പ്രഖ്യാപനം പുതിയ ഹോം സെക്രട്ടറി ഷബാന മഹ്ദൂദ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതനുസരിച്ച് ആരുടെയെങ്കിലും അഭയാർത്ഥി വിസ നിഷേധിച്ചാൽ, നിരസിച്ചാൽ അവർക്ക് അഭയാർത്ഥി വിസയ്ക്ക്
യോഗ്യതയില്ല എന്ന് വ്യക്തമായാൽ അവർ നാട്ടിൽ പോവാൻ സമ്മതിക്കുകയാണെങ്കിൽ 40,000 പൗണ്ട് അവർക്ക് സമ്മാനമായി നൽകും. എന്ന് വെച്ചാൽ ഏതാണ്ട് 50-55 ലക്ഷം രൂപയാണ്. നോക്കൂ, അനധികൃതമായി ഒരാൾ UK എത്തുന്നു, സർക്കാരിൻ്റെ ചെലവിൽ 5 നക്ഷത്ര ഹോട്ടലുകളിൽ താമസിക്കുന്നു, മക്കളെ പഠിപ്പിക്കുന്നു, ഇക്കാലയളവിൽ ജോലി കണ്ടെത്തി ചെയ്യുകയോ അല്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനത്തിന് അർഹതയുണ്ടാവുകയോ സൗജന്യ ചികിത്സയ്ക്ക് യോഗ്യത നേടുകയോ ചെയ്യുന്നു. വർഷങ്ങൾ നീണ്ട നടപടിക്രമങ്ങൾക്കൊടുവിൽ അവർക്ക് അവിടെ താമസം നിഷേധിച്ചാൽ അവർക്ക് നാട്ടിൽ പോകുന്നതിൻ്റെ ഭാഗമായി 40,000 പൗണ്ട് അല്ലെങ്കിൽ 55 ലക്ഷം രൂപ സർക്കാർ കൊടുക്കുമെന്ന്. ഇതിനേക്കാൾ വിചിത്രമായൊരു പ്രഖ്യാപനം ലോകത്തേതെങ്കിലും നിയമവാഴ്ചയുള്ള രാജ്യത്തു നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഇത്തരം വിചിത്രമായ പ്രവർത്തികളാണ് എങ്ങും കാണുന്നത്. ഞാൻ ഞെട്ടലോടുകൂടി ഏറ്റവും ഒടുവിൽ വായിച്ച വാർത്ത ബ്രിട്ടനിലെ 2ാമത്തെ വലിയ നഗരമായ ബർമിംഗ്ഹാമിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സമരത്തെക്കുറിച്ചാണ്. അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്ന് കൊന്ന ഇറാന്റെ പരമാധികാരിയായ അയത്തുള്ള അലി ഖുമൈനിയെ അനുസ്മരിക്കാൻ ബർമിംഗ്ഹാമിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ യോഗം ചേരുന്നു. 100 കണക്കിന് മുസ്ലിം ചെറുപ്പക്കാരും ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരും ഈ യോഗത്തിലേക്ക് പങ്കെടുക്കുന്നു. ഇവരുടെ എല്ലാം കൈകളിൽ ഖുമൈനിയെ സ്തുതിക്കുന്ന, ഖുമൈനിയെ രക്തസാക്ഷിയാക്കുന്ന പോസ്റ്ററുകളുണ്ട്. മാത്രമല്ല ഇവരൊക്കെ ഖുമൈനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഖുമൈനിക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുക മാത്രമല്ല, ഇസ്രായേൽ തൊലയട്ടെ, ബോംബിടൂ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ പതാക ഇവർ പരസ്യമായി കത്തിക്കുന്നു. എന്ന് വെച്ചാൽ അമേരിക്കയും സഖ്യകക്ഷികളും ഭീകരർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെയും അനേകം ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളെയും സ്തുതിക്കുക മാത്രമല്ല, അമേരിക്കയുടെ സഖ്യകക്ഷികളായ ബ്രിട്ടൻ്റെ സഖ്യകക്ഷിയായ ഇസ്രായേലിനെ അപമാനിക്കുകയും അവരുടെ പതാക കത്തിക്കുകയും ചെയ്യുന്നു. ഈ പതാക കത്തിക്കൽ പ്രതിഷേധത്തിന്, ഖുമൈനി സ്തുതി പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്ത ആളുടെ പേര് ഷാഹിദ് ബട്ട് എന്നാണ്. ഇയാൾ 99-ൽ യമനിൽ സ്ഫോടനം നടത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ്. ബ്രിട്ടീഷ് എംബസിക്ക് നേരെയും ആംഗ്ലിക്കൻ ചർച്ചിന് നേരെയും ബോംബാക്രമണം നടത്താൻ കരുക്കൾ നീക്കുകയും അത് തെളിയിക്കപ്പെട്ടതിൻ്റെ ഭാഗമായി 5 വർഷം തടവിലാക്കപ്പെടുകയും എന്നാൽ അഭയാർത്ഥി വിസയിലൂടെ ബ്രിട്ടനിൽ താമസിക്കുകയും ചെയ്യുന്നയാൾ. ഇയാൾ അടുത്ത മെയ് മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബ്രിട്ടനിലെ ബർമിംഗ്ഹാം സിറ്റി കൗൺസിലിലേക്ക് മത്സരിക്കുന്നു എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഭീകരവാദത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരാളുടെ നേതൃത്വത്തിലാണ് ഖുമൈനിയെ സ്തുതിച്ചുകൊണ്ടും ഇസ്രായേലിന് മരണം വിധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും പ്രകടനം നടത്തിയത്. നോക്കൂ, ഇതുപോലെ ഗതികെട്ട രാജ്യം മറ്റെവിടെ ഉണ്ടാവും? ഭീകരവാദികളെയും ദേശദ്രോഹികളെയും പാലൂട്ടി വളർത്തുന്നു. നിയമപരമായി എത്തിയവരെ പകരം ശിക്ഷിക്കുകയും നാടുകടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു രാജ്യത്തെ നിങ്ങൾക്ക് ലോകത്തൊരിടത്തും കണ്ടെത്താൻ കഴിയില്ല എന്നതാണ് വാസ്തവം. ബ്രിട്ടൻ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ബ്രിട്ടൻ്റെ സംസ്കാരവും ഭാഷയും ജീവിത രീതിയും മാറി മറിഞ്ഞ് വലതുവംശീയത അതിര് കടക്കുമ്പോൾ മാത്രമേ ബ്രിട്ടൻ ഈ അപകടം തിരിച്ചറിയൂ.